ദർശിമോളെ കണ്ടിട്ട് എത്ര നാളായി? സുഖമാണോ മോളെ? ആ അമ്മായി സുഖമാ. അല്ല, മോളുടെ ഹസ്ബൻഡ് എന്തിയെ? വന്നില്ലേ കൂടെ? അത് പിന്നെ ചിത്രയെ. എന്താ ശോഭിച്ചി, എന്തു പറ്റി? മോളും ഹസ്ബൻഡും ഇപ്പം ഒരുമിച്ചല്ല. അതിന് മാത്രം ഇവർക്കിടയിൽ എന്താ സംഭവിച്ചേ? അപ്പം മിന്നുമോളോ? മോളവളുടെ അച്ഛന്റെ കൂടെയാ. ഞാൻ എല്ലാം പറയാൻ ചിത്രേ. അമ്മായി, അദ്വൈത് എന്തിയെ? അവൻ ഓഫീസിൽ പോയിരിക്കുവാ, വൈകിട്ടേ വരൂ. ചിത്രാമേ, വേഗം പോയി ചായയും പലഹാരങ്ങളും എടുത്തു വെച്ചേ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. മോള് വന്നോ? അല്ല ചിത്രേ, ഈ കുട്ടി ഏതാ? ഇത് മൈഥിലി, അദ്വൈതിന്റെ ഭാര്യയാ. ഭാര്യയോ? അദ്വൈതിന്റെ മാരേജ് കഴിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ മോളെ, ഞങ്ങൾ അങ്ങനെ ആരെയും വിളിച്ചില്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അതാ നിങ്ങളോട് പറയാഞ്ഞേ. ആരാ അമ്മ ഇവര്? മോളെ, ഞാൻ പറഞ്ഞിട്ടില്ലേ, വേണുവേട്ടന്റെ സഹോദരിയും മകളും. ഓ, അപ്പൊ ഇവളാണ് സ്വരേച്ചി പറഞ്ഞ ദൃശ്യ. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും അമ്മ ചായ എടുത്തു വെക്കാം. ശരി അമ്മേ. അമ്മയ്ക്കിപ്പം സമാധാനമായോ? അമ്മ ഒറ്റൊരുത്തിയ എന്റെ ജീവിതം നശിപ്പിച്ചേ. മോളെ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അദ്വൈതിന്റെ കല്യാണം കഴിയുമെന്ന്. ഞങ്ങൾക്കിടയിൽ ജാതകമായി വന്നത് അമ്മയാ. അല്ലെങ്കിൽ അദ്വൈത് എന്റെ സ്വന്തമായേനെ. അമ്മായി എന്നെ പൊന്നുപോലെ നോക്കിയേനെ. എനിക്ക് കഷ്ടതകളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. അദ്വൈത് ഇനി തൊട്ട് എന്റെ മോളുടെ ആയിരിക്കും. അമ്മ തരുന്ന വാക്ക എന്റെ മോൾക്ക്. ഹലോ. ഇതെപ്പോ വന്നു? കുറച്ചു നേരമായി. അല്ല മോനെ, ഒന്നുകൂടി അങ്ങ് സുന്ദരനായല്ലോ. ഒന്ന് പോടി. അല്ല, നിന്റെ ഹസ്ബൻഡ് വന്നോ? ഏയ് ഇല്ല. നീ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ, ഇവിടെ കൊഞ്ചിക്കൊഴില് കണ്ടില്ലേ, ഇപ്പൊ സംസാരിപ്പിക്കാടി നിന്നെ കൊണ്ട്. ആർക്കാതി, എനിക്ക് ശ്വാസം മുട്ടുന്നു. എങ്കിൽ ശ്വാസം മുട്ടിക്കാതെ തരാം. സര, ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? എനിക്ക് കൊതിയാകുവാടി. അയ്യടാ, അതിന് മോളല്ല പ്രസവിക്കുന്നത്, ഞാനാ. അത് പറഞ്ഞപ്പോഴാ എനിക്ക് ഇതുവരെയും പീരീഡ്സ് ആദി, എനിക്ക് എന്തോ ഒരു സംശയം പോലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്കപ്പ് ചെയ്യാം. സംശയം വെച്ചോണ്ടിരിക്കണ്ട. ഏട്ടാ, ഏട്ടത്തി, ഫുഡ് കഴിക്കാൻ വാ. ആ മോളെ, ദാ വരുന്നു, നീ പോയിക്കോ. അദ്വൈതേട്ടൻ എവിടെ പോവാ? ദൃശ്യ കാണാൻ. അവളെ നാളെ കാണാം. അവളുടെ ഓടിപ്പോത്തൊന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് വന്നേ. ചേച്ചിക്ക് മാനേഴ്സ് ഇല്ലേ? ഇങ്ങനാണോ ഒരാളുടെ റൂമിലോട്ട് കയറി വരേണ്ടത്? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പണ്ടത്തെ പോലെയല്ല ഇപ്പൊ. ഇനിമേല നോക്ക് ചെയ്യാതെ കണ്ട് ഇങ്ങോട്ട് കയറി വരരുത്. സോറി അദ്വൈത്, എന്നാ ഞാൻ പോവാ, നമുക്ക് നാളെ സംസാരിക്കാം. നീ എന്തിനാടി അവളോട് അങ്ങനൊക്കെ പറഞ്ഞേ? അവള് വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുവാ ഞാൻ. നിങ്ങളെ കാണുമ്പോഴാണ് കൊഞ്ചിക്കൊടയില്. എന്റെ ഭാര്യക്ക് തീരെ പൊസസീവ്നെസ് ഇല്ലല്ലേ? എനിക്ക് ഈ പൊസസീവ്നെസ് കൂടുതല. ഇങ്ങനെ സഹിക്കാൻ പറ്റുമെങ്കിൽ എന്റെ കൂടെ ജീവിച്ചാ മതി കേട്ടോ. അല്ല ചേട്ടാ, എന്തിനാ പതിവില്ലാത്ത ഈ ലഡുവൊക്കെ? അതൊക്കെ ഉണ്ട്. എന്താ മോനെ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുവാ, ഞാനൊരു അച്ഛനാകാൻ പോവാ. സ്വര പ്രഗ്നന്റാ. സത്യമാണോ മോനെ നീ പറയുന്നേ? അതെ അമ്മേ, ഒരു സംശയം ഉണ്ടായിരുന്നു, പിന്നെ ഹോസ്റ്റലിൽ പോയെന്ന് കൺഫേം ചെയ്തു. അതെന്തായാലും നന്നായി. അല്ല, ഇങ്ങോട്ടും വേണ്ടേ ഒരു കുഞ്ഞൊക്കെ? ഈ അമ്മേന്റെ ഒരു കാര്യം. എന്തിനമ്മേ ഇപ്പോഴും ഒരു കുഞ്ഞൊക്കെ? മൈഥിലി പഠിക്കുമല്ലേ? യാങ്ങോട്ട് ഞാൻ തോറ്റ്. എല്ലാരും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാ മതി. ആദി, നീ മോളെ കൊണ്ട് റൂമിൽ പോ. ശരി അമ്മേ, വാ. അതേതെന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ്, ഞാൻ വെറുതെ. ആ മൈഥിലി കാരണം നിനക്കപ്പം ഒട്ടും സ്വസ്ഥതയില്ലല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കറിയാം, നിനക്കൊരിക്കലും എന്നെ മറന്ന് അവളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന്. അവളെ നല്ല വേറെ ആരെയും. അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ നമ്മള്. നിനക്കറിയോ, നിനക്ക് വേണ്ടിയാ ഞാൻ എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചു വന്നേ.
എനിക്കിനി നീ ഇല്ലാതെ പറ്റില്ല ജീവിക്കാൻ. എനിക്ക് വേണം നിന്നെ. മാറി നിക്കടി. നീ എന്താടി എന്നെ കുറിച്ച് കരുതിയേ? ഒരിക്കൽ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്റെ ലൈഫിൽ നീ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. നീ തന്നെയാ ഏതോ ഒരുത്തൻ പറയുന്നത് കേട്ട് എന്നെ ഉപേക്ഷിച്ചു പോയേ. അത് പിന്നെ ഞാൻ... മിണ്ടരുത് നീ. എന്റെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ മൈഥിലിയെ കല്യാണം കഴിച്ചേ. ആദ്യമൊന്നും എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് തന്നെയാ ഞാൻ കരുതിയത്. പക്ഷെ പതിയെ പതിയെ ഞാൻ അവളെ അറിയാതെ സ്നേഹിച്ചു പോയി. ഈ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അതിന്റെ മൈഥിലി മാത്രമായിരിക്കും. ഇനി മേല ഇമാതിരി വർത്തമാനമായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ചെകിട്ടടിച്ച് പൊട്ടിക്ക് ഞാൻ. പറഞ്ഞില്ലൊന്നും വേണ്ട. ഇവള് നേരത്തെ കിടന്നോ? സ്വര, എഴുന്നേറ്റേ, ഞാൻ ഓഫീസിലോട്ട് ഇറങ്ങുക. ഇന്ന് പോവണ്ട ആദി. അതെങ്ങനെ ശരിയാകും? എനിക്കാണെങ്കിൽ ഒരുപാട് വർക്കുണ്ട് ഓഫീസില്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് ഈവനിങ് വരാം. ഏട്ടാ ഏട്ടാ, ഇതാ ചായ. ആ ഇതാ, ഞാൻ അവൾക്ക് കൊടുത്തോളാം. അതെന്താ ഞാൻ അകത്തോട്ട് കയറിയാൽ? അത് പിന്നെ സ്വര ഫ്രഷ് ആകുമോ മോളെ, അതുകൊണ്ടാ. ആണോ? എന്നാ ശരി. ദേ, നീ എഴുന്നേറ്റ് ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ടേ. ഞാൻ വേഗം പോയിട്ട് വരാവേ. ഉമ്മ. ലവ് യു. ലവ് യു ടു. വേഗം വരണേ. മാറി നിന്നേ. എന്താ? എന്തു പറ്റിയാനു? ഏയ് ഒന്നുമില്ല. നീ കാര്യം പറ. അദ്വൈതേട്ടൻ ദൃശ ചേച്ചിയെ മറന്നോ? നീ എന്തിനാ ഇപ്പോൾ അവളെ കുറിച്ച് സംസാരിക്കുന്നേ? ചോദിച്ചതിന് ഉത്തരം പറ. മറന്നോ? നിനക്ക് എന്താടി? അന്ന് അദ്വൈതേട്ടൻ എന്നോട് പറഞ്ഞത് സ്നേഹ ആത്മാർത്ഥമാണെങ്കിൽ ഒരിക്കലും നശിക്കില്ലെന്നല്ലേ? അതിന് 4 വർഷത്തെ സ്നേഹം ആത്മാർത്ഥമായത് തന്നെയല്ലേ? അത് ഇത്രയും പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്നെ തൊടുമ്പോഴും ഉമ്മ വെക്കുമ്പോഴും പഴയ കാമുകിയാണോ ഓർക്കുന്നേ? അവളുടെ മുഖം മനസ്സിൽ വെച്ചോണ്ടാണോ എന്റെ ശരീരം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നേ? ചി, എന്താടി പറഞ്ഞേ? നീ എന്തൊക്കെയാ പറയുന്നേന്ന് വല്ല ബോധമുണ്ടോ? ശരിയാടി, അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത് കഴിഞ്ഞ് നീ വന്നതിന് ശേഷം നീ മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. എന്നോട് തന്നെ പറയണം നീ. നിന്നെ ഞാൻ ചതിച്ചിട്ടില്ല. പഴയ ബന്ധത്തിന്റെ വേദന മാറിയ ശേഷം മാത്രമേ നിന്നോട് അടുക്കുമെന്ന് ഞാൻ വാശി പിടിച്ചത് എനിക്ക് വേണ്ടിയല്ല. ഇപ്പോൾ നീ ചോദിച്ച ചോദ്യങ്ങൾ അന്ന് നിന്റെ മനസ്സിൽ തോന്നരുതെന്ന് കരുതിയിട്ടാ. ഒരേ കട്ടിലേക്ക് കിടക്കുമ്പോഴും പരിധികൾ വിടാതെ നിന്നത്. നിന്റെ മനസ്സും ശരീരവും പൂർണ്ണമായി ഒരുങ്ങിയ ശേഷം മാത്രം മതിയെന്ന നിർബന്ധം എനിക്കുണ്ടായിരുന്നത് കൊണ്ടാ. ഇപ്പൊ ആ സ്വാതന്ത്ര്യം എടുത്തത് പോലും നിന്റെ കണ്ണുകളിൽ ആ പ്രണയം കണ്ടിട്ടാ. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. 4 വർഷം പ്രണയിച്ചിട്ടും അവളുടെ വിരൽത്തമ്പിൽ പോലും തൊട്ടിട്ടില്ല ഞാൻ. കുറച്ചു ദിവസങ്ങളെ ആയുള്ളൂ നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഒരായുസിന്റെ സ്നേഹം മുഴുവനും നിനക്ക് തന്ന ഞാനാ വിഡ്ഢി. ഇനി നിന്റെ ദേഹത്ത് ഞാൻ അറിയാതെ പോലും തൊടില്ല. കാശ് കൊടുത്ത് ഒരു പെണ്ണിന്റെ കൂടെ കിടന്ന പോലും നീയുമായി ഒന്നും ഉണ്ടാകില്ലടി. ഇത് കഴിക്കുമോളെ. വേണ്ടമ്മേ, കഴിച്ചാൽ വീണ്ടും എനിക്ക് ഛർദിക്കാൻ തോന്നുന്നു. ഇതൊക്കെ ഈ സമയത്ത് സാധാരണമല്ലേ? മോള് കഴിക്ക്. ദേ, വയറ്റിലൊരു കുഞ്ഞു ജീവൻ ഉണ്ടെന്ന് ഓർക്കണം. കഴിക്കേട്ടത്തി. ദേ, ഇനിയും ഏട്ടത്തി കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ സാധനങ്ങളമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ചിട്ട് വേണം അത് കഴിക്കാൻ. എന്തിനാമ്മ ഇത്രയും ഉണ്ടാക്കിയേ? അതൊന്നും സാരമില്ല, എന്റെ മോള് കഴിക്ക്. കഴിച്ചോ? ഇല്ലെങ്കിലേ മതിൽ ചേച്ചി കോളേജ് വിട്ട് വരുമ്പോൾ ഇതെല്ലാം ചേച്ചിക്ക് കൊടുക്കും. അവള് വന്നാ പിന്നെ മോൾക്ക് ഇതൊന്നും കിട്ടില്ല. സഞ്ജയ്, നീ തീരുമാനിച്ചോടാ? ഒന്നുകൂടി ഒന്ന് സംസാരിച്ചോടെ ദൃശ്യോട്. ഇതിൽ കൂടുതൽ ഇനി എന്ത് സംസാരിക്കാനാ? നീ തന്നെ പറ. എന്റെ കാര്യം പോട്ടെ, എന്റെ കുഞ്ഞ് എന്ത് ചെയ്ത്? മോളെപ്പോലും വേണ്ടെന്ന് വെച്ചല്ലേ അവൾ അവളുടെ പഴയ കാമുകനെ കാണാൻ പോയേ? എടാ കിഷോറെ, എന്നാലും ഒരു പെൺകുഞ്ഞല്ലേടാ. അവൾക്ക് അവളുടെ അമ്മയെ ആവശ്യമുള്ള സമയമായത്. അതാ ഞാൻ പറഞ്ഞേ, നീ ഒന്നുകൂടി ദൃശ്യെ കണ്ട് സംസാരിക്കാൻ. വേണ്ടടാ,
അവളെ പോലെ ഒരുത്തിയെ ഇനി എന്റെ കുഞ്ഞിന് അമ്മയായിട്ട് വേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഡിവോഴ്സ് പേപ്പർ നാളെ തന്നെ അവളുടെ വീട്ടിലെത്തും. എനിക്ക് എന്റെ മോള് മാത്രം മതി. ഒരമ്മയുടെ കുറവില്ലാതെ ഞാൻ വളർത്തും എന്റെ മോളെ. നീ എന്താനു പതിവില്ലാതെ ഇങ്ങോട്ട്? അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? ഒരു കല്യാണം കഴിച്ചെന്ന് കരുതി എന്നെ ഈ വീട്ടിൽ നിന്ന് വാടക ഇറക്കി വിട്ടോ? നീ എന്താനു ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. അതെ, ഞാൻ അഹങ്കാരിയാ. അനു ദേ. എന്താ അമ്മ ഇത്? പിന്നെ അവളുടെ വർത്താനം കേട്ടില്ലേ? അമ്മ ചെന്നേ, അനുവിനോട് ഞാൻ സംസാരിക്കാം. എന്താ അനു, എന്തു പറ്റി? എന്ത് നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല സുരേച്ചി. ഒന്നുമില്ലെന്ന് നീ പറയണ്ട. നിന്റെ മുഖം മാറിയാൽ എനിക്കത് മനസ്സിലാകും. പറ, എന്തു പറ്റി? സുരേച്ചി, എന്താടി നീ എന്തിനാ കരയുന്നേ? ഞാൻ അദ്ദേഹേട്ടനോട്. ഏട്ടനോട് നീ എന്താ പറഞ്ഞേ? ഏട്ടനും അവള് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എടി പൊട്ടി, നീ അവള് സംസാരിക്കുന്നത് മാത്രമല്ലേ കേട്ടുള്ളൂ? ബാക്കി കൂടെ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോയി. ആ ബെസ്റ്റ്. ഏട്ടനെ അവൾക്ക് നല്ല ചുട്ട മറുപടി കൊടുത്താ വിട്ടെ. ഇതൊക്കെ ഏട്ടത്തെ എങ്ങനെ അറിഞ്ഞു? ആദ്യേട്ടനോട് അദ്ദേഹേട്ടൻ ഇതെല്ലാം പറഞ്ഞിരുന്നു. നീ വെറുതെ അദ്ദേഹേട്ടനെ തെറ്റിദ്ധരിച്ചതാ. ഷോ, ഞാനിനി എന്ത് ചെയ്യും സുരേച്ചി? ഞാനാണെങ്കിൽ ഇന്നലെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. നീ സങ്കടപ്പെടാതെ, നമുക്ക് ആദ്യേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കാം. അതാ നല്ലത്. ഇപ്പൊ നീ വാ, കോളേജ് വിട്ട് വന്നതല്ലേ ഉള്ളൂ. ചായ കുടിക്കാം. ഓ, എനിക്കൊന്നും വേണ്ട ചായ. അതെന്താ ചേച്ചി, ചേച്ചിക്ക് ചായ വേണ്ടാത്തേ? ഓ, ഈ കുരിപ്പിപ്പ എവിടുന്ന് വന്നു? വേണ്ടാത്തത് കൊണ്ട്. എന്നാൽ ഏട്ടത്തി വാ, അമ്മ നല്ല ചൂട് കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അനു ചേച്ചിക്ക് വേണ്ടാത്തത് കൊണ്ട് നമുക്ക് കഴിക്കാം. കട്ട്ലേറ്റോ? ആരാ പറഞ്ഞ എനിക്ക് വേണ്ടെന്ന്? നീ കൊണ്ട് മാറി നേടി. ശോഭേച്ചി, കുറച്ചു ദിവസം കൂടി കട്ടിട്ട് പോയാ പോരെ? അതെ ശോഭേ, ഇപ്പോഴേ എന്തിനാ പോകുന്നേ? കുറച്ചു ദിവസം കൂടെ നിക്ക്. പോണ ഏട്ടാ, ഞാനില്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതാ. മൈഥിലി, ഞാൻ ഇറങ്ങുവാ. എന്താടോ താൻ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പോണതിന്റെ സന്തോഷത്തിലാണോ? ഏയ് അല്ല ചേച്ചി, ഞാൻ വെറുതെ. ഭാഗ്യം ചെയ്ത കുട്ടിയാ നീ. അദ്വൈത മോളെ നന്നായിട്ട് നോക്കൂ. അതാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. സ്നേഹിക്കാൻ മാത്രമേ അവനറിയൂ. ആ സ്നേഹം ഒരിക്കലും അനുഭവിച്ചതാ ഞാൻ. അവന്റെ മനസ്സ് നിറയെ ഇപ്പൊ നീയാ. അത്രയ്ക്കിഷ്ടം അവന് നിന്നെ. പോട്ടെ. അദ്വൈതേട്ടാ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കുറച്ച് വർക്കുണ്ട്. അത് മാത്രല്ല, ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കോള് ചെയ്യാനുണ്ട്. എനിക്കിപ്പോ സമയമില്ല. കുറച്ച് സമയം മതി. നിന്നോടല്ലേ പറഞ്ഞേ എനിക്ക് സമയമില്ലെന്ന്? അതെന്താടാ നിനക്ക് സമയമില്ലാത്തെ? വേറെ എല്ലാ കാര്യത്തിലും സമയമുണ്ടല്ലോ. നീ മര്യാദക്ക് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി. അല്ല പിന്നെ കുറെ നേരമായി. ശരിയാ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ദൃശ ചേച്ചി പറഞ്ഞത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അതിന് ഇങ്ങനെ എന്നോട് മിണ്ടാൻ നടക്കണോ? പ്ലീസ് അദ്വൈതേട്ടാ, എന്നോട് മിണ്ടാൻ നടക്കല്ലേ. എനിക്ക് സഹിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞു. ഓ, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് അദ്വൈതേട്ടൻ പോവാണെങ്കിൽ അങ്ങ് പൊക്കോ. അല്ലേലും എനിക്കാണല്ലോ ആരും ഇല്ലാത്തത്. എന്നെ ആർക്കും വേണ്ട. അനു, നീങ്ങ വന്നേ. ഇല്ല, നീ പോയേ. നീ പന്നയാ. എന്റെ മുടി കുഴപ്പല്ലേ? അദ്വൈതേട്ടാ, ഇപ്പോഴും ദേഷ്യമാണോ എന്നോട്? എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. നീ അങ്ങനൊക്കെ പറഞ്ഞപ്പോ ചെറിയൊരു സങ്കടം തോന്നി. പിന്നെ ആദ്യം എന്നെ കണ്ട് എല്ലാം പറഞ്ഞു. ഇപ്പൊ എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. സത്യം? ഹാടി, ഞാനെന്നലെ അടിച്ചപ്പോ എന്റെ മോൾക്ക് നൊന്തോ? ആ, എനിക്ക് നന്നായിട്ട് നൊന്ത്. എന്ത് വേദനയായിരുന്നെന്നറിയാവോ? സാരമില്ല, എന്റെ മോള് അനാവശ്യം പറഞ്ഞോണ്ടല്ലേ, അങ്ങ് സഹിച്ചോ. ഓ അദ്വൈതേട്ടാ, ഇത്ര നേരമായിട്ട് എനിക്ക് ഉമ്മ തന്നില്ലല്ലോ.
ഉം.